ഭാസ്കരൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഒരു മുഖം മൂടി അണിഞ്ഞ രാഷ്ട്രീയമാണ്. പലപ്പോഴും ഇവിടെ സൂചിപ്പിച്ചതുപോലെ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള വിദ്രോഹക ശക്തികൾക്ക് എല്ലാ തരത്തിലുമുള്ള സംരക്ഷണവും ഒരുക്കാൻ അദ്ദേഹം രംഗത്തുണ്ടായിരുന്നു. ഒരേ സമയത്ത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ആക്രമണങ്ങൾ. ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് സംഘപ്രസ്ഥാനങ്ങൾക്ക്. ആ ഒരു പോയിന്റിൽ, ആ ഒരു വിഷയത്തിൽ സുധാകരൻ CPIM-നോട് മത്സരിച്ച് നിൽക്കുന്ന ഒരു നേതാവാണ് എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കിയെടുത്ത് അതിലൂടെ സംഘപ്രസ്ഥാനങ്ങളിലേക്ക് വരേണ്ട അല്ലെങ്കിൽ BJPക്ക് വരേണ്ട വോട്ടുകൾ ഒരു പരിധിവരെ പിടിച്ചെടുക്കാനുള്ള സമർത്ഥമായ കുതന്ത്രം പ്രയോഗിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു മുഖം ഭീകരവാദ ശക്തികൾക്ക് തണലൊരുക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അതിലൂടെ സംഘപ്രസ്ഥാനങ്ങളുടെ വിരുദ്ധ ചേരിയുടെ പ്രമുഖനായ സംരക്ഷകൻ എന്ന തരത്തിൽ തന്നെയാണ് സുധാകരൻ്റെ പ്രവർത്തനങ്ങൾ. നാറാത്ത് വെച്ച് ഭീകരവാദികളെ പിടികൂടിയ സമയത്തും നമ്മുടെ പ്രവർത്തകൻ ശ്യാമിനെ കൊലപ്പെടുത്തിയ സമയത്തൊക്കെ ഈ പറയുന്ന ആളുകൾക്ക് സംരക്ഷണം ഒരുക്കിയത് സുധാകരനാണ്. പ്രത്യക്ഷത്തിൽ തന്നെ നാറാത്ത് വെച്ച് പിടികൂടിയ 10-30ഓളം വരുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്മാരെ നിരന്തരമായി ജയിലിൽ സന്ദർശിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പോപ്പുലർ ഫ്രണ്ടുകാർ കൊലപ്പെടുത്തിയ ഞങ്ങളുടെ ചില പ്രവർത്തകന്മാരുടെ ഒരു MP എന്നുള്ള നിലയിൽ സാമാന്യമായി അദ്ദേഹം കാണിക്കേണ്ട മര്യാദ പോലും കാണിക്കാതെ ആ കേസിൽ ഉൾപ്പെട്ട ഭീകരവാദികൾക്ക് സംരക്ഷണം ഒരുക്കാനാണ് അദ്ദേഹം പരിശ്രമിച്ചത്. ഇപ്പോഴും അതെ, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കോൺഗ്രസ് രാഷ്ട്രീയം തന്നെയാണ്. സംഘപ്രസ്ഥാനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുക, സംഘപ്രസ്ഥാനങ്ങളെ ഒതുക്കുക, അവർക്ക് അർഹമായി ലഭിക്കേണ്ടുന്ന ജനകീയ അംഗീകാരത്തിന് തടസ്സം സൃഷ്ടിക്കുക എന്ന തരത്തിലുള്ള പ്രവർത്തനം തന്നെയാണ് കോൺഗ്രസ് രാഷ്ട്രീയം. അതാണ് അദ്ദേഹവും പയറ്റുന്നത്, അത് തന്നെയാണ്. അപ്പം ആ നിലയ്ക്ക് ജനങ്ങളത് തിരിച്ചറിയുന്നുണ്ട്. ജനങ്ങളിൽ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള എത്ര കാലം മൂടിവെക്കാൻ സാധിക്കും ഈ കപടത, ആ കപടത അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്.